നാദിറ, നാദിറയല്ലേ? അതെ. ആരാ? ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴേ ഇവിടേക്ക് വന്നെന്നറിഞ്ഞ്. എനിക്ക് മനസ്സിലായില്ലല്ലോ. ആരാന്ന് പറയൂ. മുമ്പൊരിക്കൽ ജയദേവനെ മീറ്റ് ചെയ്തിരുന്നു. ജെഡിയെ. എൻ്റെ പേര് ഹമീദ്. അറിയാം. ഗീതയുടെ സുഹൃത്ത്. അപ്പോ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? ഉണ്ട്, എല്ലാം. എല്ലാം അറിഞ്ഞിട്ടും എന്തിനായിരുന്നു ഇങ്ങനൊരു തീരുമാനം? നാദിറ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഒരുപാട് കാലം ഒരുമിച്ച് കഴിഞ്ഞവരെ ജീവിതത്തിൻ്റെ പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. തിരുത്താൻ ഇനി ഒരുപാട് സമയമുണ്ട്. മിസ്റ്റർ ഹമീദ്, ഒരു നിമിഷത്തിന്റെ എടുത്തുചാട്ടം അല്ലായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ജെഡി എന്ന നോവൽസിനോടുള്ള ആരാധന, ജെഡി എന്ന മനുഷ്യനോടുള്ള ആരാധന, ജീവിതത്തിലൂടെ അറിഞ്ഞ പരിചയം, പരിചരണം. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ട് തകർന്നു പോയൊരു സ്ത്രീ ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചപ്പോൾ പടച്ചോൻ്റെ കൃപ കൊണ്ട് അതിനെ രക്ഷിക്കാൻ യോഗമുണ്ടായത് എനിക്കാ. ഉപേക്ഷിച്ചു പോയ ആൾ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത് ഞാനാ. പക്ഷേ തിരിച്ചു വന്നത് അതറിഞ്ഞപ്പോൾ തുടങ്ങിയ കണ്ണീര് ഇതുവരെ തുറന്നിട്ടില്ല. അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു ഭൂതകാല ജീവിതത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇപ്പം ഞാൻ നടത്തുന്നില്ല. നടന്നതെല്ലാം എനിക്കറിയാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. എല്ലാം അടഞ്ഞ അധ്യായം. നിങ്ങൾക്ക് അതൊരടഞ്ഞ അധ്യായമായിരിക്കാം. പക്ഷേ ഏത് പ്രതിസന്ധിയിലും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മാത്രം അറിയുന്ന ഒരു പെണ്ണുണ്ട്. അവളുടെ വിളിയും എന്നെങ്കിലും ഒരിക്കൽ ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. ഇതാരാ മോളെ? ഇത് ജെഡിയുടെ ഒരു സുഹൃത്താ. ആഹാ, നമുക്ക് പോവാം മാമേ. ആ ജെഡിയെ കണ്ടിട്ട് പോവാം. വാ വീട്ടിലേക്ക്. വരാം, പക്ഷേ ഇപ്പോൾ വരുന്നില്ല, പിന്നീടൊരിക്കൽ. വാ മാമേ. നിന്റെ മമ്മി ഉള്ളപ്പോൾ ഈ വീട്ടിൽ എപ്പോഴും പാട്ട് കേൾക്കാമായിരുന്നു. അവൾ ഈ വീട്ടിൽ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അവളെ കാണുന്നതിന് മുമ്പേ അവളുടെ പാട്ട് കേൾക്കാം. അവളെ ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി അവളുടെ പാട്ടിനെ പറ്റി ഓരോന്ന് ഞാൻ പറയും. പിന്നീടാ എനിക്ക് മനസ്സിലായത് പാട്ട് അവൾക്ക് ജീവൻ തന്നെയായിരുന്നു എന്ന്. നിന്റെ ഈ പ്രായത്തില് റോസമ്മയ്ക്ക് ഇതിനേക്കാ മുടിയുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, അലഞ്ഞ് നടന്ന് ആകെ ചെമ്പിച്ചു പോയി മുടിയൊക്കെ.
അമ്മാമ്മയോടൊത്തുള്ള നല്ലൊരു കുട്ടിക്കാലത്തിന്റെ നഷ്ടം ഞാനിപ്പോ തിരിച്ചറിയുക. അമ്മാമേ എപ്പോഴെങ്കിലും നിന്റെ മമ്മി കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല അമ്മാമ്മേ. ഒരിക്കൽ മാത്രമേ മമ്മി ഈ വീടിനെക്കുറിച്ചും നാടിനെക്കുറിച്ചും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അന്ന് മമ്മിക്ക് 100 നാവായിരുന്നു. പക്ഷേ പറഞ്ഞു തീരുമ്പോഴേക്ക് മമ്മി കരഞ്ഞു പോയത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും എൻ്റെ മോളെ എന്നെ തേടി എത്തിയല്ലോ, അത് മതി. എൻ്റെ ശേഷിക്കുന്ന കാലം നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. ഇനി അമ്മാമ്മയ്ക്ക് ഒരാഗ്രഹം കൂടിയേ ഉള്ളൂ. നിന്റെ കുഞ്ഞിനെ കൂടെ കണ്ടിട്ട് വേണം എനിക്ക് എൻ്റെ സൈമൺ കോശിയുടെ അടുത്തോട്ട് മടങ്ങാൻ. പിന്നെ ജേഡി നിന്നെപ്പോലെ ചെറുപ്പമല്ല, അതുകൊണ്ട് അധികം വൈകിക്കണ്ട. എന്നാ മോളെ, അമ്മാമ്മയുടെ ഒരാഗ്രഹം പറഞ്ഞതല്ലേ? അതല്ല അമ്മാമ്മേ, എന്തായാലും അമ്മാമ്മയോട് തുറന്നു പറ. അത് ഇന്ന് നമ്മള് പള്ളിയിൽ വെച്ച് കണ്ടില്ലേ ഹമീദ്? അയാള് ജഡിയുടെ സുഹൃത്തല്ല. പിന്നെ ജഡി മുൻപൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. നീ എന്താ നാദിരായി പറയുന്നേ? വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നോ? ജഡി എല്ലാം എന്നോട് പറഞ്ഞിരുന്നു. വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം, അവര് വേർപിരിഞ്ഞത്, അങ്ങനെയല്ല. ഇപ്പോ ജഡിയുടെ മനസ്സിൽ ആ സ്ത്രീയില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഇന്ന് അയാള് പള്ളിയിൽ വന്നത് അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടാ. നാദിര, നീ സൂക്ഷിക്കണം. നീ ചെറുപ്പാണ്. ജീവിതം ഒരു കുട്ടിക്കളിയല്ല. കരുതലോടെ ജീവിച്ചില്ലെങ്കിൽ നിന്റെ മമ്മിക്ക് പറ്റിയതുപോലെ നിന്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോവും. അയാള് ഇനിയും വരുമെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നെ. ആ സ്ത്രീ ഇപ്പോഴും ജേഡിയെ കാത്തിരിക്കുന്നുണ്ടോ? എനിക്കറിയില്ല അമ്മേ. പക്ഷെ ഒരു നോട്ടം കൊണ്ട് പോലും ജേഡി മറ്റൊരാളുടേതാവുന്നത് എനിക്ക് സഹിക്കാനാവില്ല.
ഇതെന്ത് പറ്റി? എന്താടാ? ഇന്ന് ഹമീദ് എന്നെ കാണാൻ വന്നിരുന്നു. അയാളെന്താ പറഞ്ഞു? ജെഡിയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എനിക്കിനി സമയമുണ്ടെന്ന്. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഉള്ളിൽ എവിടെയോ അകാരണമായൊരു പേടി. ജെഡി പറഞ്ഞതുപോലെ നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറാം. നമ്മളെ ആരും തിരിച്ചറിയാത്തൊരു സ്ഥലത്തേക്ക്. ആരും തിരിച്ചറിയാത്തൊരു സ്ഥലം. അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഹൈദരാബാദിൽ നിന്ന് പോരുമ്പോഴും നമ്മുടെ ആഗ്രഹം തന്നെയായിരുന്നു. ജെഡി, ഇതൊരു ഒളിച്ചോട്ടമായിട്ട് കരുതണ്ട. പലരും പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്താൻ ഇനിയും വന്നെന്നിരിക്കും. അത് അമ്മമ്മയ്ക്കൂടെ വിഷമമുണ്ടാക്കും. അതുകൊണ്ടാ